ചിരിച്ചുകൊണ്ടേയിരിക്കും. പോരാത്തതിന് വായുവിൽ കരാട്ടയും കാണിക്കും. പുറത്തിറങ്ങട്ടെ, എന്തെങ്കിലും ഞാൻ ചെയ്യുന്നില്ല. ഇത്രയും ദിവസം അകത്തൊന്നും കാണിക്കാൻ പറ്റാത്തവനാണ് ഇനി പുറത്തിറങ്ങി കാണിക്കാൻ പോകുന്നത്. FC ബോയ് ആയിട്ടുള്ള ഒനിയലിന്റെ നേതൃത്വത്തില് അഭിലാഷും ജിഷിനും കൂടെ ചേർന്നപ്പോ തീ ആയിരുന്നു തീ. ആര് പറഞ്ഞു? RJ ബിൻസി ആയിരുന്നു തീ. ഇപ്പൊ കണ്ടില്ലേ കത്തി കേറുന്നത്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ ഇറങ്ങി പോകത്തില്ല. അടിച്ചു തന്നെ ഒതുക്കിയാണ്. കത്തേണ്ട സമയത്ത് കത്തിക്കാതെ വെളിയിൽ പോയി തിരിച്ചു വന്ന് കത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇഞ്ചൻ നമ്പ്യാരെ MN നമ്പ്യാർ എന്ന് വിളിക്കുന്ന കാലം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? നമ്പ്യാർ. ദൈവമേ, ആരാ? MS നമ്പ്യാറല്ലേ? കേരളത്തെ കുറിച്ച് ഇവര് പറഞ്ഞ കാര്യങ്ങൾ പരശുരാമൻ കേട്ടിരുന്നെങ്കിൽ മഴുവെടുത്ത് തിരിച്ചറിഞ്ഞേനെ. അറിഞ്ഞ മുൻഷി രഞ്ജിത്ത് ഗെയിം തുടങ്ങിയെന്ന്. കളി തീർന്ന് വിസിലും അടിച്ചു. ഇനി ഗോൾ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ചർച്ചയിൽ നമുക്കൊരു അതിഥിയുണ്ട്. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ബിഗ് ബോസ്. നമസ്കാരം. നമസ്കാരം. ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. അഭിനന്ദനങ്ങൾ. എന്താ ബിഗ് ബോസിനൊരു ക്ഷീണം? 100 ദിവസമായി മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് ഒന്നുറങ്ങാൻ ചെന്ന് കിടക്കുമ്പോൾ ഇവൻ വരും സുപ്രഭാതവും കൊണ്ട്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. സുപ്രഭാതം പറഞ്ഞു കിടന്നാലോ പിന്നെയും അവന് 100 സംശയങ്ങൾ. എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. മെഡിക്കൽ എമർജൻസി ആണ്. ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി. അയ്യോ, ടെൻഷനാകുന്നു. ഔട്ടായ എല്ലാവരും കൂടി തിരികെ കയറിയിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും അടിപൊട്ടാം. എന്റെ ആരോഗ്യം എനിക്ക് നോക്കിയേ പറ്റൂ. ഞാൻ സേഫായി എന്റെ മൈക്കിന്റെ മുന്നിലേക്ക് പോകട്ടെ. കണ്ടില്ലേ, 7ന്റെ പണി കൊടുക്കാൻ വന്ന ബിഗ് ബോസിന് കിട്ടിയത് 8ന്റെ പണി. ഫൈനൽ 5-ലെത്തിയ കണ്ടസ്റ്റൻസിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് 7ന്റെ പണി ഇവിടെ അവസാനിക്കുന്നു. 8ന്റെ മുട്ടൻ പണിയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.